ഹായ് വെൽക്കം ബാക്ക് ടു അസാസ്റ്റൻ. നമ്മൾ സർക്കിൾ ടു സെർച്ച് എന്ന് പറഞ്ഞ ഫീച്ചറിനെ കുറിച്ചാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു മല ഏതാണെന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ഞെക്കി കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇതായിട്ട് ഉത്തരം തരും. കണ്ടില്ലേ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് പ്രൊഡക്ട്സ് നോക്കാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൗസ് കണ്ടു, ആ മൗസ് ഭയങ്കര എർഗണോമിക് ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഏതാ അറിയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് വലിക്കുക, എന്നിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. പ്രോട്രോണിക്സ് 224 ആണ്. നിങ്ങൾക്ക് അതേ ഓപ്ഷൻ വന്നു. അതും ഇതേപോലെ തന്നെ ഡിഫറെന്റ് പ്രൈസ് എത്രയെന്ന് അറിയണ പോലെ നമുക്ക് കാണാം. ഇനി ഈ നമ്മുടെ നെക്ക് ബാൻഡ്, ഇയർഫോണ് അങ്ങനെ വലിയ ഡിഫറൻസിയേഷൻ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇത്ര കറക്റ്റായിട്ട് വർക്ക് ആവില്ല. സ്റ്റിൽ മോർ ദൻ എനഫ് ആയിട്ട് വർക്ക് ആവും എല്ലാ കേസസിലും. ഇനി നിങ്ങളിപ്പോൾ റാൻഡം ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളിനായിട്ടൊക്കെ ആയിട്ട് ഒരു ഷർട്ട് കണ്ടു. അപ്പോൾ ആ ഷർട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ആ സ്ക്രീനിൽ സർക്കിൾ ടു സെർച്ച് വലിക്കുക. നമുക്ക് ആ വേണ്ട ഷർട്ട് ഒന്ന് സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ലൈക്ക് കറക്റ്റ് അത് ഓരോ വില വെച്ചിട്ട്. ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് 700 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്, 800 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് പ്രൈസ് പോയിന്റ്സിൽ ആ ഷർട്ട് കിട്ടുന്നത് നമുക്ക് കാണാം. ഒരു സൈൻ ബോർഡ് കണ്ടു. അപ്പോൾ അതിൽ എന്താ എഴുതിയിട്ടുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിലാണ്. അപ്പോൾ മെട്രോൻ്റെ അവിടെയൊക്കെ എന്താ എഴുതിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ക്യാമറ എടുക്കുക, അത് കാണിക്കുക, ഞെക്കുക, ട്രാൻസ്ലേറ്റ്. ഭയങ്കര ഈസിയാണ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. വേറൊരു എക്സാമ്പിൾ, ഏതോ ഒരു ഭാഷയിലുള്ള ഇതാണ്, നമ്മുടെ ഗ്രൂപ്പിൽ വന്നതാണ്. അപ്പോൾ വായിക്കാൻ അറിയില്ല, നമ്മൾ ഞെക്കുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, കാണുന്നു. സോ എല്ലാ കേസസിലും കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് വൺ ടു വൺ ട്രാൻസ്ലേഷൻ എന്നല്ല. പക്ഷെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതൊരു ജപ്പാനീസ് പോയമാണ്, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഞാനിപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏകദേശം സെയിം അർത്ഥത്തിലാണ് കാണിക്കുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് മതി. അതേപോലെ വെറുതെ ട്രാൻസ്ലേറ്റ് ചെയ്യല്ല, നമ്മുടെ ഉള്ള ടെക്സ്റ്റിന്റെ കളറും സൈസും ഒക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് കാണിക്കുക. ഇതിൽ നമുക്ക് 3 സൈസുള്ള ടെക്സ്റ്റ് ഉണ്ട്, അത് ഒരു പ്രത്യേകതരം ഫോർമാറ്റിങ്സ് ഉള്ളത്. അപ്പൊ നമുക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമുക്ക് ഏകദേശം അതിന്റെ അതേ ഫോർമാറ്റിംഗിൽ വരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് യൂസ് ചെയ്തതിൽ ഏറ്റവും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു ഫീച്ചറാണത്. മേ ബി മാജിക് ഇറേസർ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ ഈ ഒരു ഫീച്ചർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഫീച്ചർ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ മറക്കരുത്.